എന്റെ കാര്യത്തിൽ ഞാനായിരുന്നു ഞാൻ വളർത്താൻ വേണ്ടി ശ്രമിച്ചെന്ന് പറഞ്ഞില്ല, ശരിയല്ലേ? അത് കൊണ്ടൊരു പൂത്ത മകനെ പോലെയാ കാണുന്നവനെ കേട്ടോ. KSU ജില്ലാ പ്രസിഡന്റ് ആക്കുന്നത് ഞാനാണ്. എന്റെ സഹായവും എന്റെ പ്രയത്നമാണെന്ന് അല്ലേ? ഞാൻ അപ്പൻചേട്ടനെ ആദ്യമായിട്ട് കാണുന്ന 1984 1984 അപ്പൻചേട്ടൻ അന്ന് DCC മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അന്ന് വയനാടിന്റെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റാലി, ഇന്നത്തെ നമ്മുടെ BOT ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന കൽപ്പറ്റയിലെ BOT ബസ് സ്റ്റാൻഡ് നടക്കുന്ന മൈതാനത്ത് നടന്ന ഒരു റാലിയായിരുന്നു വയനാട് ജില്ലയുടെ ചരിത്രത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ റാലി. അന്ന് നമ്മുടെ പഴയ INTC ഓഫീസിന്റെ മുകളിലായിരുന്നു അന്ന് സ്വാഗത സംഘ ഓഫീസ്. അന്ന് ആ വലിയ റാലി സംഘടിപ്പിക്കുന്നതിൽ അപ്പൻചേട്ടനായിരുന്നു അതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ കൺവീനർ അപ്പൻചേട്ടനായിരുന്നു. ഞാൻ അന്നാണ് അപ്പൻചേട്ടനെ ആദ്യമായിട്ട് കണ്ടത്. 1984, 4 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ KSUവിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ എനിക്ക് എല്ലാ പിന്തുണയും സഹായവും അദ്ദേഹം തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ സെന്റ് മേരീസ് കോളേജിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ MAക്ക് പഠിക്കുമ്പോൾ ഞാൻ KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ആ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലായി മത്സരിക്കുമ്പോൾ അന്ന് നമ്മുടെ DCCയുടെ ഒരു പഴയ ജീപ്പുണ്ട്, ഒരു DD03, രാജീവ് ഗാന്ധി കൊടുത്ത ഒരു ജീപ്പാണ്. 20 ജീപ്പ് വന്നിട്ട് ഒരു ജീപ്പ് വയനാട് DCC വന്നു. അന്ന് ആ ജീപ്പിനകത്ത് അപ്പൻചേട്ടൻ ആ മത്സരം നടക്കുന്ന സമയത്ത് ആ ക്യാമ്പസിനകത്ത് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.